കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവർക്ക് വലം ഭാഗേ. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. സ്തുതി ഭാവാപുത്രൻ രൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ നീ ആകാശത്തിൽ ഭൂമിയിൽ സ്തുതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം തുകരാൻ മൃതരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ട് ഞാൻ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിന്റെ പ്രാവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസ്തമനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവവുമായ സിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗ്ഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായ കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധ ദിവസത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാ കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മുതലിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കുമാമേ
നിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുഴുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമിന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ദാസിയെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവന്റെ മരണത്തിലെ നാഥനാമമായ സർവേശ്വര എന്നേക്കും പ്രേർപ്പിക്കും. മഹിമയോടന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടൻ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. ആകുളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു മാനവതാകൾ ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം
കാത്തിരിക്കും. ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസം നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്ത് നിർത്തുകയും ചെയ്ത പാപങ്ങൾ പുറത്തുനിന്ന് കരുണ നിറഞ്ഞു നീതിമാനമായ വിധികർത്താവേ ജീവന്റെയും അടുത്ത നാമത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നിങ്ങളാപുറം ജീവിപ്പിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവ്വത്തിന്റെ നാഥനും ദൈവവുമായ വിശുദ്ധായ നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘം നീ പ്രത്യക്ഷരാകുകയും സ്വജരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായി അവരുടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലംഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആയുസ്സും അവരാണ് ദൈവത്തനങ്ങൾ പാടും. മൃതരാണവരുടെ പാപങ്ങൾ മറിക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലും സ്തുതി ബാബാപുത്രൻ റൂഹായെ. മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ എന്നേക്കുവാമേ ദൈവായ എന്നുടെ നാഥാവിൻ തിരുവഴിയെല്ലാം കാണും നിരവധി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃശ്യത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഉന്നത നൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും വിങ്ങി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. മൃതരെല്ലാരും വിങ്ങി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളം. മൃതരെല്ലാരും വിങ്ങി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികരമോദം നുകരാൻ മുതലേ മഹിയ
ആത്മാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. എല്ലാരും മിന്നി വിളങ്ങും മരമരുളേണം. ചെവിക്കൊള്ളണമേ. അതുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമഭീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നിത്യപിതാവേ, ഞങ്ങളുടെയും പാലിന്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻ പ്രിയമക്കൾ. നിൻ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനാകും ഈശോതൻ തിരുമേനിയും ആത്മാവും ദൈവത്വവും അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ഞങ്ങളിതാ വിശ്വാസമുടെ അണയുന്നു. പാപവിമോചനമേ ഗണമേ, കരുണയുടെ ശാന്തി പകർന്നിടണമേ. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക്
ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുമ്പോഴത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. അങ്ങായിരിക്കുന്നിടത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന നല്ല ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഈ അമ്മച്ചിയുടെ കടങ്ങളും പാപങ്ങളും കൊടുത്ത് ഇവിടെ നിത്യസൗഭാഗ്യത്തിനർഹയാക്കണമേ. അങ്ങയുടെ ശരീരങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത ഈ അമ്മച്ചിയുടെ ആത്മാവിനെ പ്രവേശിപ്പിക്കട്ടെ. നീതിമാനായ കർത്താവേ, അങ്ങനെ നീതിമാനായ കർത്താവേ, അങ്ങനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗത്തിലെ മാലാഖമാരോടും പരിശുദ്ധരായ നീതിമാന്മാരോടും കൂടെ ദൈവമേ, അമ്മച്ചിയെ സർവ്വനിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ മരിച്ചുപോയ അമ്മച്ചിക്ക് നിത്യസൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കാം. സൃഷ്ടിക്കുകയും അസുഖമായ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ തിരുശരീരങ്ങളാൽ പരിപുഷ്ടമായ ഈ ആത്മാവിനെ കടകളും പാപങ്ങളും ക്ഷമിച്ചു സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ അമ്മച്ചിയെ ഓർത്ത് ദുഃഖാർത്തരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ ആശ്വസിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഈ ചെറിയ വഴിയിൽ ഒരുവനെ ചെയ്തു കൊടുത്തപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രസംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ ഭവനത്തിൽ നിന്നും ദിവസനത്തിലേക്ക് യാത്രയായിരിക്കുന്ന ഈ അമ്മച്ചിയെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് ദൈവദാസങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഭക്തിപോലെ പ്രാർത്ഥനാ ശുശ്രൂഷയിലെ ഭാവികളുടെ ദിവസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പൊയ്ക്കൊടുക്കി തുല്യമാകുന്നു. മനുഷ്യ ഉയർത്തിക്കുന്നവരെ മനുഷ്യജീവിതം പൊയ്ക്കൊടുക്കി തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. വിടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പൊയ്ക്കൊടുക്കി തുല്യമാകുന്നു. മനുഷ്യ ഉയർത്തിക്കുന്നവരെ സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക്. ഉത്ഥാനങ്ങളും ഉത്ഥാനങ്ങളിൽ നവീകരിക്കുന്നവരുമായ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ഉയർത്തിക്കുന്നവനെ സ്തുതി. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ സിനിമകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഉയർത്തിക്കുന്നവനെ
നിന്റെ നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമതിലമണയ്ക്കുന്നു. മർത്യന് ശരണം നീയല്ല. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുഷ്യനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മർത്യതയേവം സകലേശൻ ഇതരം നൂതനമാക്കുന്നു. പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുവാമേ. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ ഗണവേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ സ്വസ്വാനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാഹാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. വിശുദ്ധായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്ന് കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെ ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. എന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായി ഈ ദിവസത്തിൽ നിന്റെ മഹത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വരാജ്ഞ അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും സർവ്വപിതാവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി എല്ലാവരെയും തുടർന്ന് അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും കർത്താവ്യമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഒരു ദിവസം ബേസരിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. ദിവസം സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു കരയരുദേവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഹൃദയർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ. അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം
വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ. ഇന്ന് വളരെയധികം വേദനയോടെയാണ് ഞാനും ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അതിൻ്റെ കാരണം പുരോഹിതർ ഒട്ടനവധി മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നവരാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ അവരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നതിനുപരിയായി ആ ഒരു വേദന നമ്മൾ അനുഭവിക്കാറുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളെല്ലാവരും വളരെ സ്നേഹപൂർവ്വം കുട്ടിച്ചാച്ചി എന്ന് വിളിക്കുന്ന കുട്ടിച്ചേച്ചി, കൊച്ചുമലയിൽ കുക്കുംപുറത്ത് മേരി കുര്യൻ, നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മച്ചി നമ്മിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രം. മറ്റൊന്നിനും നമ്മെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അവിടെ നമ്മൾ ബഥാനിയയിലെ ലാസറിൻ്റെ അടുത്ത് അത് 25-ാമത്തെ വാക്യം അത് ഇപ്രകാരമാണ്: ഏഗോ ഈനെ എ അനസ്താസിസ് കൈ എ സുയി. ഏഗോ ഈനെ, ഞാനാണ് അനസ്താസിസ്, പുനരുദ്ധാനം, സുയി, ജീവൻ. എന്നിൽ ജീവനുണ്ടെന്നല്ല, ഞാൻ ജീവൻ എന്നിൽ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കറിയാം എന്നിൽ ജീവനുണ്ട്. പക്ഷെ ഇവിടെ ഒരു പടി കൂടി കടന്ന് ഈശോ പറയുകയാണ്, ഞാൻ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവർ ജീവിക്കും, മരിച്ചാലും ജീവിക്കും. അതുമായി ഉത്ഥാനവുമായി അവർക്ക് ഒരു ബന്ധവുമില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. പൗലോസ്ലീഹ പറയുന്ന കാര്യത്തിൻ്റെ ഇത് തന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, അതുകൊണ്ട് മരണവും ക്രിസ്തുവാണ്. മരണം നേട്ടമാണ്, മരണം ജീവനാണ്, മരണം ഉത്ഥാനമാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിച്ചാച്ചി എല്ലാ അർത്ഥത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ട വ്യക്തിയായി ജീവിച്ച ഒരാളാണ്. അതെല്ലാവർക്കും അറിവുള്ളതാണ്. കുട്ടിച്ചാച്ചിയുടെ സഹോദരിമാര് ഏലമ്മ ആൻറ്റി, സിസ്റ്റർ എമിലി, എൻ്റെ വലിയമ്മച്ചി, അതുപോലെ തന്നെ അന്നക്കുട്ടി ആൻറ്റി, ഇവരെല്ലാം ഒന്നിനൊന്നിനെ മെച്ചമായി ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ കുട്ടിച്ചാച്ചിയുടെ മക്കൾ മോളി ആൻറ്റി,
സിസ്റ്റർ മെദീന. ആൻറ്റി സമരിറ്റൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന കോൺഗ്രിഗേഷനിൽ അംഗമാണ്. നമുക്കധികം പരിചയം കാണിയില്ല. പക്ഷേ ഈ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് ഈ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ജീവിതത്തിൽ ചെയ്യണം. എത്ര കണ്ട് ഈ അമ്മച്ചിയിൽ നിന്ന് അത് പകർന്നു കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ ബെന്യാമിൻ്റെ ഭാര്യ സലോമി ആൻറ്റി. ബെന്യാമികൾ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ കൈക്കാരനായിരുന്നു. എല്ലാ കാര്യത്തിലും ഒരു രണ്ടുപേരും, സലോമി ആൻറ്റി മതാധ്യാപികയാണ്, എല്ലാ കാര്യത്തിലും പള്ളിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവർ. അതുപോലെ തന്നെ സോണി ആൻറ്റി ശരിക്കും ഒരു പ്രാർത്ഥനയുടെ ഒരു ജീവിത ശൈലി, അത് ഇവരിൽ നിന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബിജുവങ്ങൾ, ജാസ്മി ആൻറ്റി. ബിജുവങ്ങളും അവിടെ പാലക്കാട് അവിടെ പള്ളിയുടെ ശുശ്രൂഷയും കൈകാരനും ഒക്കെ ആയിട്ട് അവിടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ചെയ്യുന്നവരാണ്. ജാസ്മിൻ ആൻറ്റി അവിടെ മതാധ്യാപകയും അതുപോലെ തന്നെ ജാസ്മിൻ ആൻറ്റിയുടെ സഹോദരനും അച്ഛനായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ദൈവാനുഗ്രഹപ്രദമായ ഒരു കുടുംബം. അത് എല്ലാം കിട്ടിയത് ഈ അമ്മയിൽ നിന്ന്. കുട്ടിച്ചാച്ചി നല്ലൊരു അമ്മയായിരുന്നു. അതുമാത്രമല്ല നല്ലൊരു വല്യമ്മച്ചിയായിരുന്നു. ഇതിൻ്റെ കാരണം ഇവിടുത്തെ ആ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും കുട്ടിച്ചാച്ചിയുടെ ശിക്ഷണം കൂടാതെ വളർന്നു വന്നു. ഇവരിലെ കൊച്ചുമക്കൾ ആരും തന്നെ അവരെല്ലാവരും ആ സംരക്ഷണ തണലിൽ വിദ്യാഭ്യാസം നടത്തി പഠിച്ച് ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ളവരാണ്. എല്ലാം ആർക്കും ഒഴികഴിവില്ലാതെ. അതുമല്ല എല്ലാവരും നല്ല ദൈവവിശ്വാസത്തിലും വളർന്നു വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചാച്ചി വീട്ടിലെ കാരണവന്മാരെല്ലാം നല്ല രീതിയിൽ നോക്കുകയും ഒക്കെ ചെയ്തതായി എല്ലാവർക്കും അറിവുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ 21-ാം നൂറ്റാണ്ടിൽ കുട്ടിച്ചാച്ചിയുടെ ജീവിതം നമുക്കൊരു കണക്ഷനാണ്. അത് വിവാഹ അവസരത്തിൽ നമ്മൾ അന്ന് വായിച്ചു കേട്ട ആ വചനപാഠം, അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഭാഗ്യമോടികളായ പിന്നിയ മുടിയോ വിശേഷ വസ്ത്രങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ അല്ല ഒരു സ്ത്രീയുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ഈ വ്യക്തിയുടെ സൗന്ദര്യം തിരിച്ചറിയുന്നത് സ്വർഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതുകൊണ്ട് ഒരു കേടുമില്ലാതെ ആ വിശ്വാസം മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും കൈമാറ്റപ്പെട്ടതിലൂടെ ആന്തരിക വ്യക്തിത്വം അത് കണ്ടമാനം വളർന്നു സൗന്ദര്യത്തിൻ്റെ തികവിലേക്ക് എത്തിയതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. ഇങ്ങനെയൊരു ജീവിതം നമ്മുടെ മുമ്പിൽ നമ്മുടെ കുടുംബത്ത് ഉണ്ടായത് നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. നമുക്ക് ആ വെട്ടം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കട്ടെ. ആ പ്രകാശം ഒരു സുവിശേഷമാണ്. ഈശോയുടെ സുവിശേഷം ജീവിച്ച വ്യക്തി, അത് നമുക്കും ഒരു മാതൃകയാവട്ടെ. ദൈവത്തിലേക്ക് ഈശോയിലേക്കുള്ള നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി നമുക്കും കാണപ്പെടുത്താം. നമുക്കും സ്വർഗത്തിൽ പോകണം. ഈശോയെ കാണണം, ഈശോയോട് കൂടി ജീവിക്കണം. അതുമാത്രമേ ഉള്ളൂ നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും ആശയം. നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വ്രതസംസ്കാര ശുശ്രൂഷ ഇത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. നിന്നെ നമിക്കും
കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാടിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വച്ചു, ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി, നിന്നെ നമിക്കാൻ നൽകണം ഉത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു, മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു, കനകപ്രഭയിൽ കബറിടമൊഴി ചിഹ്നം, അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദരമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതലിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാള് ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശിഖാവരോടുകൂടി ഇയാളെ തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. മത്സരപുറം നിങ്ങളെ സന്ദർശിക്കുകയും കരുണപുറം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. ഇതോടെ നാൾ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകും, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പരിമളമുകിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃദസുമങ്ങൾ ചാർത്തിയൊരുങ്ങി നൃപനെ മുറപോൽ എതിരേൽപ്പതിനായി. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സോപ്പാകൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഇയാളെ ആശ്വസിപ്പിക്കണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. അനുഗ്രഹത്തിന്റെ ദൈവജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശുവഴിയായി നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ നീക്കുവാമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ച
കാലത്തിൻ മുടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും ഖെരൂബുകൾ കൂടാരത്തിനകത്തുണ്ട്. ശെക്കീനായും ഉണ്ടവിടെ കൂടാരത്തിനകത്തുണ്ട്. ശെക്കീനായും ഉണ്ടവിടെ. ഭക്തന്മാരാ സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെൻ്റെ അപ്പമുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെൻ്റെ അപ്പമുണ്ട്. പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. ലോകത്തെ ഞാനോർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നു.